അസ്സലാമലൈക്കും. നോമ്പ് തുറക്കലും പിന്നെ പെരുന്നാളിന്റെ തിരക്കും ഒക്കെ കൂടി ആയിട്ട് ഫൈസിക്കുട്ടി കരാട്ടക്ക് പോലെ കുറേ ആയിട്ടോ 2-3 ആഴ്ചയായി ഏകദേശം പോയിട്ട്. അപ്പൊ ഇന്നെന്തായാലും വിടാന്ന് വിചാരിച്ചിട്ട് റെഡി ബെൽറ്റ് കൊട്ടി കൊടുത്താലും ആള് പറയും ഇത് ഇങ്ങനെയല്ല സാർ അങ്ങനെയാണ് കെട്ടിക്കൊടുത്തത് ഇങ്ങനെയാണ് കെട്ടിക്കൊടുത്തത് എന്ന് പറയും. എന്നിട്ട് ബെൽറ്റൊക്കെ പോയി കൈ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ അവിടെ പോയിട്ട് സാറ് കെട്ടിയത് ഇമ്മച്ചി കെട്ടി തന്ന രസമല്ല, അത് കുട്ടികൾ കളിയാക്കുന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മളെ വീട്ടിലേക്ക് പോണതിന്റെ ഈ ഒരു റോഡ് സൈഡിലാണ് നമ്മൾ നിൽക്കാറുള്ളത്. ഓട്ടോ വരും കേട്ടോ. അങ്ങനെ ഓട്ടോ കാര്യങ്ങളൊക്കെ വന്ന് നമ്മളെ ഫൈസിക്കുട്ടിനെ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. ഇപ്പൊ നമ്മുടെ ഫാദുക്കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഉള്ളി തൊളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഉള്ളി തൊളിക്കാൻ വന്നു കഴിഞ്ഞാൽ ആളപ്പോൾ ഒരു കുഞ്ഞി കത്രിക എടുത്തിട്ട് വരും കേട്ടോ. കത്രികയാണെന്നുണ്ടെങ്കിൽ തീരെ മൂർച്ചല്ല, അതുകൊണ്ടാണ് ഇത്ര ധൈര്യമായിട്ട് കൊടുക്കുന്നത്. എവിടെയെങ്കിലും ക്യാമറ ഓൺ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് തപ്പി പിടിച്ചു വന്ന് അതിന്റെ മുന്നിൽ നിൽക്കുക എന്നുള്ളതാണ് ആളുടെ ഒരു മെയിൻ. അങ്ങനെ ഉള്ളിയും കാര്യങ്ങളൊക്കെ തൊലിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴത്തേക്കും മഴ വരുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ മേലെ ടെറസിന് മേലെ തുണികൾ വിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചകിരിയൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു. നല്ലോണം ഉണങ്ങിയ ചകിരിയാണ്, പക്ഷെ എന്നാലും തുള്ളി നനവ് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ കത്താൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.